തമിഴ് സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട നാടകമാണ് മനോന്മണിയം. ശ്രീ സുന്ദരം പിള്ള എഴുതിയ ഈ നാടകത്തിലെ നായികയാണ് മനോന്മണി. നമ്മളിന്ന് മനോന്മണിയുടെ കഥയാണ് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ പറയട്ടെ. ഒരു പാണ്ഡ്യ രാജാവ് ഉണ്ടായിരുന്നു പണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജീവകൻ എന്നായിരുന്നു. ജീവകൻ എന്ന ഈ രാജാവ് തൻ്റെ ബുദ്ധിശക്തി കൊണ്ടോ അല്ലെങ്കിൽ ഭരണ നൈപുണ്യം കൊണ്ടോ അത്ര മിടുക്കനായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുറവുകൾ മറ്റുള്ളവർ അറിയാത്തവണ്ണം അദ്ദേഹത്തെ നയിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ രാജഗുരുവായിരുന്നു, സുന്ദരൻ എന്ന പേരായ ഗുരു. ഈ രാജാവിന് ഒരേ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. അവളാണ് മനോന്മണി. അതിസുന്ദരിയും വളരെയധികം ബുദ്ധിമതിയുമായിരുന്നു മനോന്മണി. ഈ രാജാവിന് ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. ആ മന്ത്രിയുടെ പേരാണ് കുടിലൻ. കുടിലൻ എന്ന ഈ മന്ത്രി അദ്ദേഹത്തിൻ്റെ പേര് പോലെ തന്നെ കുടിലതകളാൽ നിറഞ്ഞ ഒരാളായിരുന്നു. എങ്ങനെയെങ്കിലും രാജാവിനെ വശത്താക്കി തൻ്റെ കാര്യങ്ങൾ നേടണമെന്നും ഭരണത്തിൽ കൈകടത്തണമെന്നും ഭരണം കൈയാളണമെന്നും ഒക്കെ ആഗ്രഹമുള്ള ഒരു മന്ത്രിയായിരുന്നു കുടിലൻ. എന്നാൽ രാജഗുരുവായ സുന്ദരൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച് മാത്രമേ രാജാവ് പ്രവർത്തിക്കുന്നുള്ളൂ എന്നതിൽ ഈ കുടിലന് വളരെയധികം വിദ്വേഷമുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും രാജഗുരുവിനെ രാജാവിൻ്റെ അടുത്തു നിന്ന് മാറ്റി അദ്ദേഹത്തിനെ തൻ്റെ വരുതിയിലാക്കാൻ എപ്പോഴും കുടിലൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ ഗുരു രാജാവിൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരുന്നതിനാൽ കുടിലന് ഇത് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ഗുരു രാജാവിനോട് വന്ന് പറഞ്ഞു, എനിക്ക് ഗംഗയിൽ വരെ ഒരു തീർത്ഥാടനത്തിന് പോകണമെന്നുണ്ട്. ഞാൻ പോയിട്ട് വേഗം വരാം. ഇത് കേട്ടപ്പോൾ രാജാവിനാകെ ഭയമായി. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവൊന്നും ഇല്ല എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഗുരുവിനോട് പറഞ്ഞു, അയ്യോ അങ്ങ് പോവരുതേ, എന്നെ ഒറ്റയ്ക്കാക്കരുത്, എനിക്ക് തന്നെ ഭരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് കേട്ടുകൊണ്ടിരുന്ന കുടിലൻ രാജാവിനോട് ചെന്ന് പറഞ്ഞു, അങ്ങ് ഗുരുവിനോട് ഇങ്ങനെ പറയരുത്. ഗുരു വളരെ കാലം കൊണ്ടൊരു ആഗ്രഹം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക യാത്രയിൽ അദ്ദേഹത്തിന് ഗംഗയിൽ പോയി സ്നാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ നാം അതിന് സമ്മതിക്കുക തന്നെ വേണം. അദ്ദേഹം പോയിട്ട് വരട്ടെ, അങ്ങ് തടയണ്ട. അങ്ങനെ ഈ മന്ത്രിയുടെ ഉപദേശം കൂടെ ആയപ്പോൾ രാജാവ് ഈ ഗുരുവിനെ പോകാൻ അനുവദിച്ചു. പോകുന്നതിന് മുമ്പായിട്ട് രാജാവും മകളായ മനോന്മണിയും ഈ ഗുരുവിൻ്റെ കാൽക്കൽ വീണ് ആശീർവാദം വാങ്ങുകയുണ്ടായി. അപ്പോൾ ഗുരു മനോന്മണിയെ അനുഗ്രഹിച്ചത്, ഏറ്റവും നല്ല ഉത്തമനായ ഒരു പുരുഷനെ വിവാഹം കഴിക്കാൻ നിനക്ക് ഇടവരട്ടെ എന്നാണ്. ഇത് കേട്ടുകൊണ്ട് നിന്ന മന്ത്രി വിചാരിച്ചു, ശരി ശരി, ഇവളെ ഞാൻ ഉത്തമനായ എൻ്റെ മകനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കും. അങ്ങനെ ഗുരു തീർത്ഥാടനത്തിന് പോയി. അതോടെ ജീവക രാജാവ് എടുക്കുന്ന തീരുമാനങ്ങളിലെല്ലാം കുടിലൻ കൈകടത്തി തുടങ്ങി. ഇത് രാജ്യത്തെ മറ്റ് സഭാവാസികൾക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ജനങ്ങളും പതുക്കെ മുറുമുറുത്തു തുടങ്ങി. രാജാവിനോട് കുടിലൻ ഓതിക്കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് ദോഷമായി വരുന്നുണ്ടായിരുന്നു. ആ ഇടയ്ക്ക് മനോന്മണിക്ക് 18 വയസ്സ് തികഞ്ഞു. അവളുടെ പിറന്നാളിന് രാജകൊട്ടാരത്തിൽ വലിയൊരു വിരുന്ന് സൽക്കാരമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതിൽ മന്ത്രിയുടെ മകനായ ബലദേവനും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ബലദേവൻ പിതാവിനോട് ചോദിച്ചു, അച്ഛാ അങ്ങ് എന്ത് പറയുന്നു? ഈ രാജാവിന് ശേഷം ആരായിരിക്കും ഈ രാജ്യം ഭരിക്കുക? അപ്പോൾ മന്ത്രി പറഞ്ഞു, മകനെ, ആരാണോ മനോന്മണിയെ വിവാഹം കഴിക്കുന്നത് അയാളായിരിക്കും നമ്മുടെ ഭാവി രാജാവ്. അപ്പോൾ ബലദേവൻ പറഞ്ഞു, അച്ഛാ അങ്ങനെയാണെങ്കിൽ ഞാൻ മനോന്മണിയെ വിവാഹം കഴിക്കാം. അതാവുമ്പോൾ എനിക്ക് രാജാവാകാമല്ലോ. തൻ്റെ മകൻ താൻ ചിന്തിക്കുന്ന വഴിയെ തന്നെയാണ് വരുന്നത് എന്ന് കേട്ട കുടിലന് വളരെയധികം സന്തോഷം തോന്നി. അയാൾ സന്തോഷം മറച്ചു വെച്ചതുമില്ല. എന്നാൽ ജനങ്ങളാകെ അതൃപ്തരായിരുന്നു. രാജാവിൻ്റെ പല ഭരണപരിഷ്കാരങ്ങളും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. സഭാവാസികൾ പലരും അടക്കം പറഞ്ഞു തുടങ്ങി. ഇത് കുടിലൻ്റെ ചെവിയിലും എത്തി. അധികകാലം ഈ സഭാവാസികൾക്കിടയിൽ രാജാവിനൊപ്പം ഇരിക്കുകയാണെങ്കിൽ അവരുടെ അഭിപ്രായം രാജാവ് അറിയുമെന്നും രാജാവ് തന്നെ പുറത്താക്കുമെന്നും അയാൾ ഭയന്നു. അതുകൊണ്ട് തന്നെ മധുരയിൽ നിന്ന് രാജ്യത്തിൻ്റെ തലസ്ഥാനം തിരുനെൽവേലിയിലേക്ക് മാറ്റാൻ അയാൾ രാജാവിനെ ഉപദേശിച്ചു. ഇത് കേട്ട രാജാവ് താൻ സഭാവാസികളോടും കൂടി ആലോചിച്ചിട്ട് ഇതിനൊരു തീരുമാനമെടുക്കാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ അടുത്ത ദിവസം സഭ കൂടിയപ്പോൾ ജീവകൻ എന്ന രാജാവ് തൻ്റെ സഭാവാസികളോട് തൻ്റെ രാജ്യത്തിൻ്റെ തലസ്ഥാനം മധുരയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് മാറ്റിയാലോ എന്ന അഭിപ്രായം ചോദിച്ചു. എന്നാൽ സഭയിൽ ആരും ഇത് അംഗീകരിച്ചില്ല, കുടിലൻ ഒഴികെ. പലരും പറഞ്ഞത് തിരുനെൽവേലി മധുരയിൽ നിന്ന് കുറേ ദൂരെയാണ്, അത് മധുരയെക്കാളും ചെറിയ നഗരമാണ്, മാത്രമല്ല അതൊരു തലസ്ഥാന നഗരമാക്കാൻ പറ്റിയതുമല്ല. എന്നാൽ അപ്പോൾ കുടിലൻ പറഞ്ഞത്, ഒരു രാജാവിന് എവിടെയാണെങ്കിലും ഭരിക്കാൻ പറ്റും. അത് ചെറിയ തലസ്ഥാനമാണെങ്കിലും വലിയ തലസ്ഥാനമാണെങ്കിലും അത് പറ്റും. പക്ഷേ ഇപ്പോൾ തിരുനെൽവേലിയിലേക്ക് തലസ്ഥാനം മാറ്റുകയാണെങ്കിൽ തിരുനെൽവേലിയെ ഒരു നല്ല സ്ഥലമാക്കി മാറ്റിയ ആൾ എന്ന ഖ്യാതി ഈ രാജാവിന് കിട്ടും.
നമ്മുടെ പൂർവികരെല്ലാം മധുരയിലിരുന്നാണ് രാജ്യം ഭരിച്ചത്. അതുകൊണ്ട് അച്ഛനും അങ്ങനെ പോരെ എന്ന് മനോന്മണി ചോദിക്കുകയുണ്ടായി. എന്നാൽ കുടിലൻ എപ്പോഴും രാജാവിനെ തിരുനെൽവേലിയിലേക്ക് മാറാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. തിരുനെൽവേലി ഒരു ചെറിയ നഗരമാണെങ്കിലും തൻ്റെ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ട് തനിക്ക് തിരുനെൽവേലിയെ വലിയൊരു നഗരമാക്കി മാറ്റാൻ പറ്റും എന്ന രീതിയിൽ രാജാവിനെ കുടിലൻ വിശ്വസിപ്പിച്ചു. മാത്രമല്ല, ഒരു ചെറിയ വിത്തിലാണ് വലിയ മരങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത് എന്ന ഒരു ഉപമയും അയാൾ രാജാവിനോട് പറഞ്ഞു. എന്നാൽ മറ്റു മന്ത്രിമാർ പറഞ്ഞത് എത്ര ചെറിയ വിത്താണെങ്കിലും അതിന് സംരക്ഷണം ആവശ്യമുണ്ട് എന്നാണ്. താരതമ്യേന ചെറിയ നഗരമായ തിരുനെൽവേലിയിലേക്ക് പോകുന്നത് വഴി കൂടുതൽ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നവരെല്ലാവരും പറഞ്ഞെങ്കിലും കുടിലൻ്റെ വാക്ക് വിശ്വസിച്ച രാജാവ് അവിടെ നിന്ന് തിരുനെൽവേലിയിലേക്ക് തലസ്ഥാനം മാറ്റുക തന്നെ ചെയ്തു. അങ്ങനെ പാണ്ഡ്യ രാജാവിൻ്റെ തലസ്ഥാനം തിരുനെൽവേലിയായിട്ട് മാറി. മധുരയിലെ രാജകൊട്ടാരത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരടക്കം എല്ലാവരെയും രാജാവ് മധുരയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് മാറ്റി. അങ്ങനെ തിരുനെൽവേലിയിലെ കൊട്ടാരത്തിൽ അവർ താമസം തുടങ്ങി. അവിടെ ഇരുന്നായി രാജാവ് ഭരണകാര്യങ്ങൾ നിർവഹിക്കൽ. മനോന്മണിക്ക് ഇതത്ര ഇഷ്ടമായില്ല. ജനങ്ങൾക്ക് ഈ കാര്യം ഇഷ്ടമായില്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ജനങ്ങൾ മാത്രമല്ല, കുടിലൻ ഒഴിച്ചുള്ള സഭാവാസികൾക്കൊന്നും ഈ ഒരു മാറ്റം ഇഷ്ടമായില്ല എന്ന് മനോന്മണിക്ക് മനസ്സിലായി. എന്നാൽ തൻ്റെ പിതാവിൻ്റെ സന്തോഷം കണ്ടപ്പോൾ അദ്ദേഹത്തെ എതിർക്കേണ്ടതില്ല എന്നും അവൾ വിചാരിച്ചു. അങ്ങനെ കുറേ കാലം കടന്നുപോയി. പക്ഷേ പഴയതുപോലെ മനോന്മണിക്ക് ഒരു സന്തോഷമുണ്ടായിരുന്നില്ല. ഇത് രാജാവിനെ ചിന്താകുലനാക്കി. ഒരിക്കൽ അയാൾ കുടിലനോട് മനോന്മണിക്ക് പഴയതുപോലെ സന്തോഷമില്ലല്ലോ, എന്തായിരിക്കും കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ കുടിലൻ പറഞ്ഞത് മനോന്മണിക്ക് വിവാഹപ്രായമായി, അതുകൊണ്ടാണ് അവൾ ഇത്ര വിഷാദിച്ചിരിക്കുന്നത് എന്നാണ്. അവൾക്ക് എത്രയും പെട്ടെന്ന് യോഗ്യനായ ഒരു വരനെ കണ്ടുപിടിക്കണം എന്നും കുടിലൻ പറഞ്ഞു. ഈ അവസരത്തിൽ തന്നെ തൻ്റെ മകനെപ്പറ്റി രാജാവിനോട് പറയാം എന്ന് കുടിലൻ ചിന്തിച്ചെങ്കിലും രാജാവ് അപ്പോൾ വിവാഹപ്രായമായെങ്കിലും തീർത്ഥാടനം കഴിഞ്ഞ് ഗുരു തിരിച്ചു വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട് എന്ന് കുടിലനോട് പറഞ്ഞു. അതോടെ കുടിലന് തൻ്റെ മകനെപ്പറ്റി അപ്പോൾ രാജാവിനോട് പറയാൻ പറ്റിയില്ല. അധികം താമസിക്കാതെ തീർത്ഥാടനത്തിന് പോയിരുന്ന ഗുരു തിരിച്ചു വന്നു. ഗുരു നേരെ മധുരയിലേക്കാണ് വന്നത്. പക്ഷേ മധുരയിലെ കൊട്ടാരം ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ട് അദ്ദേഹം സ്തബ്ധനായിപ്പോയി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സേവകരും മറ്റ് ജനങ്ങളും എല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തിനോട് രാജാവ് ഇവിടെ നിന്ന് തിരുനെൽവേലിയിലേക്ക് താമസം മാറ്റിയ കാര്യം അറിയിച്ചു. അത് കുടിലൻ പറഞ്ഞതുകൊണ്ടാണ് എന്നും അവർ ഗുരുവിനെ അറിയിച്ചു. താൻ പോയതോടെ കുടിലൻ രാജാവിനെ സ്വാധീനത്തിലാക്കി എന്ന് ഈ രാജഗുരുവിന് മനസ്സിലായി. എന്തായാലും അദ്ദേഹം ഉടൻ തന്നെ തിരുനെൽവേലിയിലേക്ക് യാത്രയായി. അദ്ദേഹത്തെ കണ്ടതോടെ രാജാവിന് വളരെയധികം സന്തോഷമായി. ഗുരു തിരിച്ചു വന്നതറിഞ്ഞ കുടിലനാണെങ്കിലോ വലിയ വിഷമവുമായി. പക്ഷേ അയാൾക്കൊന്നും പറയാൻ പറ്റിയില്ല. ഗുരുവിനോട് രാജാവ് ഇനി തങ്ങളെ വിട്ടു പോകരുതെന്നും തിരുനെൽവേലിയിൽ തന്നെ താമസിക്കണമെന്നും പറഞ്ഞു. എന്നാൽ ഉടൻ തന്നെ കുടിലൻ അദ്ദേഹത്തെപ്പോലെ പുണ്യവാനായ ഗംഗാസ്നാനം ചെയ്ത ഒരു സന്യാസി കൊട്ടാരത്തിൽ പാർക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞു. താൻ തിരിച്ചു വന്നത് കുടിലനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് രാജഗുരുവിന് മനസ്സിലായി. അയാൾ തന്നെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ തൻ്റെ ഗുരുവിനെ കൊട്ടാരത്തിൽ നിന്ന് അധിക ദൂരേക്ക് മാറ്റാൻ രാജാവിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് രാജകൊട്ടാരത്തിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് ഒരു വനഭൂമിയിൽ ഒരാശ്രമം പണിയിപ്പിച്ച് രാജാവ് ഗുരുവിനെ അവിടെ താമസിപ്പിച്ചു. അങ്ങനെ ഗുരു അവിടെ താമസമായി. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് രാജാവും മകളും കൂടി ഗുരുവിനെ ചെന്ന് കാണുകയും ഉപദേശങ്ങൾ ആരായുകയും പതിവായി. അങ്ങനെ ഒരു സന്ദർശനത്തിൽ തൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കണ്ടേ എന്ന് രാജാവ് ഗുരുവിനോട് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, തീർച്ചയായിട്ടും മനോന്മണിയുടെ വിവാഹം ഉടനെ നടത്തണം. അപ്പോൾ രാജാവ് ചോദിച്ചു, അവൾക്ക് പറ്റിയ ഒരു വരനെ എങ്ങനെ കണ്ടുപിടിക്കും? ആരാണ് അവൾക്ക് ചേരുക? ഗുരു പറഞ്ഞു, പുരുഷോത്തമൻ എന്നൊരു രാജാവുണ്ട്, ചേര രാജാവ്. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആളയക്കണം. അങ്ങയുടെ ദൂതനായ നടരാജനെ അയച്ചാൽ മതിയാവും. ഒരു വിവാഹാലോചനയുമായിട്ട് അങ്ങ് ഉടൻ തന്നെ നടരാജനെ ചേര രാജാവിൻ്റെ അടുത്തേക്ക് അയച്ച് അദ്ദേഹത്തിൻ്റെ സമ്മതം അറിയണം. ഉടൻ തന്നെ രാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു ചെന്നു. കുടിലനെ വിളിച്ചു. എന്നിട്ട് തൻ്റെ ദൂതനായ നടരാജനെ ഉടൻ തന്നെ ചേര രാജ്യത്തേക്ക് അയക്കണം എന്നാവശ്യപ്പെട്ടു. അവിടുത്തെ രാജാവായ പുരുഷോത്തമനോട് മനോന്മണിയെ വിവാഹം കഴിക്കുന്നതിനെ പറ്റി സംസാരിക്കാനാണ് ഈ ദൂതനെ അങ്ങോട്ട് അയക്കേണ്ടത്. ഇത് കേട്ട കുടിലന് വളരെയധികം നിരാശ തോന്നി. എങ്ങനെയെങ്കിലും തൻ്റെ മകനെ കൊണ്ട് മനോന്മണിയെ വിവാഹം കഴിപ്പിക്കണമെന്ന ആഗ്രഹത്തിലിരിക്കുകയായിരുന്നു അയാൾ. എന്തായാലും നടരാജനെ താൻ പുരുഷോത്തമൻ രാജാവിൻ്റെ അടുത്തേക്ക് അയക്കുകയില്ല എന്നയാൾ ഉറപ്പിച്ചിരുന്നു. അയാൾ ചെന്ന ഉടനെ ബലദേവൻ അച്ഛനെ കാണാനെത്തി.
അച്ഛൻ, ഞാൻ കേൾക്കുന്നത് ശരിയാണോ? മനോന്മണിയെ പുരുഷോത്തമൻ എന്ന രാജാവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നുവെന്ന് കേട്ടല്ലോ. അപ്പോൾ കുടിലൻ പറഞ്ഞു, മനോന്മണി ആരെയെങ്കിലും വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും. നീ ഇപ്പോൾ തൽക്കാലം പോയി നടരാജനെ വിളിച്ചുകൊണ്ട് വരൂ. അങ്ങനെ ബലദേവൻ പോയി നടരാജൻ എന്ന ദൂതനെ വിളിച്ചുകൊണ്ടുവന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് വളരെ ചാതുര്യത്തോടെ സംസാരിക്കാൻ കഴിവുള്ള നയതന്ത്രജ്ഞനായ ഒരു മനുഷ്യനായിരുന്നു നടരാജൻ. അതുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് സന്ധി സംഭാഷണങ്ങൾക്കൊക്കെ പോകുമ്പോൾ സാധാരണ നടരാജനെയായിരുന്നു അയക്കാറുണ്ടായിരുന്നത്. മധുരമായി സംസാരിക്കാൻ വളരെ വിദഗ്ധനായ ഒരാളായിരുന്നു. അയാളെ വിളിച്ചിട്ട് കുടിലൻ പറഞ്ഞു, നമുക്ക് മധുരയിൽ നിന്ന് കുറേ കപ്പം പിരിഞ്ഞു കിട്ടാനുണ്ട്. കപ്പം എന്ന് പറഞ്ഞാൽ നികുതിയാണ്. കൃഷിക്കാരുടെ കയ്യിൽ നിന്നും കച്ചവടക്കാരുടെ കയ്യിൽ നിന്നുമൊക്കെ കിട്ടാനുള്ള കുറേ നികുതി രാജ്യത്തേക്ക് വരാനുണ്ട്. അതുകൊണ്ട് ഉടൻ തന്നെ നിങ്ങൾ മധുരയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കപ്പം പിരിച്ചുകൊണ്ട് വരണം. രാജാവിൻ്റെ ശാസനയാണ് ഇത് എന്ന് കരുതിയ നടരാജൻ ഉടൻ തന്നെ തിരുനെൽവേലിയിൽ നിന്ന് മധുരയിലേക്ക് പോയി. അതിനുശേഷം കുടിലൻ വീണ്ടും രാജാവിൻ്റെ അടുത്തേക്കെത്തി. രാജാവ് നടരാജനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുടിലൻ ചെന്ന് പറഞ്ഞത്, തമ്പുരാനെ, നടരാജൻ അവിടെയില്ല. അയാൾ എന്തോ ജോലിയുമായിട്ട് മറ്റെവിടെയോ പോയിരിക്കുകയാണ്. എനിക്ക് അയാളെ കാണാൻ പറ്റിയില്ല. ഒരു കാര്യം ചെയ്യാം, എൻ്റെ മകനായ ബലദേവനെ നമുക്ക് ചേര രാജ്യത്തേക്ക് അയക്കാം. അങ്ങനെ രാജാവ് സമ്മതിച്ചു. അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഒരു ദൂതന് പകരം മന്ത്രിയുടെ മകൻ തന്നെയല്ലേ പോകുന്നത്. അങ്ങനെ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് രാജാവ് ബലദേവനെ ചേര രാജാവിൻ്റെ അടുത്തേക്ക് അയച്ചു. രാജാവ് കൊടുത്ത നിർദ്ദേശങ്ങൾ കൂടാതെ കുടിലൻ തൻ്റേതായ നിർദ്ദേശങ്ങളും മകന് വേണ്ടുവോളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബലദേവൻ തൻ്റെ പിതാവിൻ്റെ നിർദ്ദേശാനുസരണം ചേര രാജാവിൻ്റെ അടുത്തേക്ക് യാത്രയായി. ഈ സമയത്ത് മനോന്മണി അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ വളരെ സുന്ദരനായ ഒരു രാജാവ് തൻ്റെ അടുത്ത് വരുന്നതും തൻ്റെ കഴുത്തിൽ ഒരു മാല അണിയിച്ച് തന്നെ പരിഗ്രഹിക്കുന്നതും അവൾ കണ്ടു. ഉറക്കമുണർന്ന അവൾ തൻ്റെ തോഴിമാരോട് താൻ ഇന്നലെ രാത്രി അതീവ സുന്ദരനായ ഒരു പുരുഷനെ സ്വപ്നം കണ്ടുവെന്നും അയാളെ മാത്രമേ താൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്നും അറിയിച്ചു. ഇതേ സമയം തന്നെ പുരുഷോത്തമ രാജാവും ഒരു പെൺകുട്ടി തൻ്റെ അടുത്ത് വന്നിരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിരുന്നു. അവൾ ആരായിരിക്കണം എന്ന് അദ്ദേഹം ചിന്തിച്ചു. രാവിലെ ഉറക്കമുണർന്നിട്ടും അവളുടെ സൗന്ദര്യത്തെപ്പറ്റി രാജാവ് കുറേ നേരം ചിന്തിച്ചുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് നേരത്തിന് ശേഷം തനിക്ക് ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ നേരമില്ല, ഭരണകാര്യങ്ങൾ നോക്കേണ്ടതുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് സഭയിലേക്ക് പോവുകയും ചെയ്തു. ഈ സമയത്താണ് പുരുഷോത്തമ രാജാവിനെ കാണാൻ ഒരു ദൂതൻ വന്ന് നിൽക്കുന്നു എന്ന് സേവകർ വന്ന് പറഞ്ഞത്. പാണ്ഡ്യ രാജാവിൻ്റെ അടുത്തു നിന്നുള്ള ദൂതനാണ് എന്നാണ് പറഞ്ഞത്. രാജാവ് ഉടൻ തന്നെ ആ ദൂതനെ അകത്തേക്ക് വിളിപ്പിച്ചു. സഭയിലേക്ക് എത്തിയത് ബലദേവനാണ്. ബലദേവൻ ഒട്ടും സഭ്യമല്ലാത്ത, മര്യാദയില്ലാത്ത രീതിയിലാണ് രാജാവിനോട് സംസാരിച്ചത്. പുരുഷോത്തമ രാജാവിന് ഇത് കണ്ട് കലശലായ ദേഷ്യം വന്നു. തങ്ങളുടെ രാജാവായ ജീവകന് പുരുഷോത്തമ രാജാവ് കുറച്ച് പണം കൊടുക്കാനുണ്ടെന്നും അതെത്രയും പെട്ടെന്ന് കൊടുക്കണമെന്നും ജയദേവൻ അദ്ദേഹത്തെ അറിയിച്ചു. അതേസമയം പുരുഷോത്തമ രാജാവിന് താൻ പാണ്ഡ്യ രാജാവിന് എന്തെങ്കിലും കൊടുക്കാനുള്ളതായിട്ട് അറിയില്ലായിരുന്നു. മാത്രമല്ല ഈ ദൂതൻ്റെ വിനയമില്ലാത്ത പെരുമാറ്റം അദ്ദേഹത്തെ ചൊടിപ്പിക്കുകയും ചെയ്തു. ഇതുകൂടാതെ ജയദേവൻ പുരുഷോത്തമ രാജാവിനോട് അഥവാ ഈ പണം തിരികെ കൊടുക്കാൻ താല്പര്യമില്ല എങ്കിൽ രാജാവിൻ്റെ മകളെ വിവാഹം കഴിച്ചിട്ട് അത് സ്ത്രീധനമായി എണ്ണിക്കൊള്ളാൻ പറഞ്ഞു. ഇതോടെ രാജാവിന് കലശലായ ദേഷ്യം വരികയും അദ്ദേഹം ജയദേവനോട് ഉടൻ തന്നെ ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോയിക്കൊള്ളാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. എന്നാൽ പോകാതെ ജയദേവൻ വീണ്ടും നിന്ന് രാജാവിനെ ചൊടിപ്പിക്കും വിധം സംസാരിച്ചപ്പോൾ രാജാവിൻ്റെ മന്ത്രി ഇയാളെ പിടിച്ചു കെട്ടി ജയിലിലിടണം എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ പുരുഷോത്തമ രാജാവ് ഇയാളൊരു ദൂതനാണെന്നും ദൂതനെ വധിക്കുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് ജയദേവനെ വെറുതെ വിട്ടു. എന്നാൽ ജയദേവൻ രാജാവിൻ്റെ നിർദ്ദേശാനുസരണമാണ് തൻ്റെ രാജ്യത്തിൽ വന്ന് ഇത്ര അപമര്യാദയായി പെരുമാറിയതെന്ന് കരുതിയ പുരുഷോത്തമൻ ചേര രാജാവിനോട് യുദ്ധം പ്രഖ്യാപിച്ചു. മാത്രമല്ല ജയദേവന് തൊട്ട് പിന്നാലെ വലിയൊരു സൈന്യവുമായിട്ട് അദ്ദേഹം തിരുനെൽവേലിക്ക് പോവുകയും ചെയ്തു. രാജാവിനെ നന്നായിട്ട് പിണക്കിയിട്ട് തിരിച്ചു ചെന്ന ജയദേവൻ പിതാവിനോട് താൻ വേണ്ടത് ചെയ്തിട്ടുണ്ടെന്നും ഇനി പുരുഷോത്തമ രാജാവ് ഒരിക്കലും മനോന്മണിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തിരുനെൽവേലിക്ക് വരികയില്ലെന്നും അറിയിച്ചു. തൻ്റെ മകനുമായിട്ട് കുടിലൻ വീണ്ടും രാജാവിൻ്റെ അടുത്തെത്തി. അവിടെ ചെന്നിട്ട് പുരുഷോത്തമ രാജാവ് തൻ്റെ മകനെ അപമാനിച്ചുവെന്നും അദ്ദേഹത്തിന് മനോന്മണിയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നും അറിയിച്ചു. അതോടെ രാജാവ് വീണ്ടും തൻ്റെ ഗുരുവിനെ കാണാൻ കാട്ടിലേക്ക് പോയി. എന്നാൽ അവിടെ ചെന്നപ്പോൾ ഗുരു അവിടെ ഇല്ല എന്നും അദ്ദേഹത്തിന് ഉടനെ രാജാവിനെ കാണാൻ താല്പര്യമില്ലെന്നും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ അറിയിച്ചു.
അങ്ങനെ രാജാവ് നിരാശനായിട്ട് വീണ്ടും തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോന്നു. പോരുന്ന വഴി കുടിലൻ രാജാവിനോട് പറഞ്ഞു, ഗുരു നാം പറയുന്നത് ഇപ്പോൾ കേൾക്കുന്ന ലക്ഷണമില്ല. അദ്ദേഹത്തിന് അങ്ങേ കാണാൻ പോലും ഉദ്ദേശമില്ല. പുരുഷോത്തമ രാജാവിന് മനോന്മണിയെ വിവാഹം കഴിക്കാനും താല്പര്യമില്ല. ഇതൊക്കെ കേട്ടപ്പോൾ രാജാവിന് വലിയ ദുഃഖം തോന്നി. ആ സമയത്താണ് ചേര രാജാവ് പാണ്ഡ്യരാജ്യത്തേക്ക് യുദ്ധത്തിനായി വന്നിരിക്കുന്നു എന്ന വാർത്ത രാജാവ് അറിയുന്നത്. അതോടെ രാജാവ് ആകെ വിഷമത്തിലായി. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെയൊരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം തൻ്റെ മകളായ മനോന്മണിയോട് യാത്ര പറഞ്ഞിട്ട് യുദ്ധത്തിനായി പുറപ്പെട്ടു. പാണ്ഡ്യരാജ്യത്തിൻ്റെ സൈന്യവും ചേരരാജ്യ സൈന്യവും തമ്മിൽ രൂക്ഷമായ ഒരു യുദ്ധം നടന്നു. യുദ്ധത്തിൽ രാജാവ് ജയിച്ചാലും ഇല്ലെങ്കിലും യുദ്ധഭൂമിയിൽ വെച്ച് അദ്ദേഹത്തെ കൊല്ലണം എന്ന് കുടിലനും മകനായ ബലദേവനും തീരുമാനിച്ചാണ് യുദ്ധത്തിന് പോയത്. അവർ ജീവകൻ്റെ ഇരുവശവും നിന്ന് യുദ്ധം ചെയ്തു. രാജ്യകാര്യങ്ങളിൽ അത്ര നിപുണനൊന്നും അല്ലായിരുന്നെങ്കിലും യുദ്ധം ചെയ്യുന്നതിൽ ജീവകൻ വളരെ വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ യുദ്ധ നൈപുണ്യം കണ്ട് പുരുഷോത്തമ രാജാവിന് പോലും അത്ഭുതം തോന്നി. ഇത്ര പ്രായമായിട്ടും അദ്ദേഹം എത്ര നന്നായിട്ട് യുദ്ധം ചെയ്യുന്നു എന്ന് പുരുഷോത്തമ രാജാവ് ചിന്തിച്ചു. ബലദേവനും കുടിലനും കൂടെ ചേർന്ന് സൈന്യത്തിനെ രണ്ടായിട്ട് ഭിന്നിപ്പിച്ചു. ഒരു ഭാഗത്തെ സൈന്യത്തിനെ കുടിലൻ തൻ്റെ ഒപ്പം യുദ്ധഭൂമിയുടെ മറ്റൊരു വശത്തേക്ക് കൊണ്ടുപോവുകയും മറ്റൊരു ഭാഗം സൈന്യത്തിനെ ജയദേവൻ തൻ്റെ ഒപ്പം യുദ്ധഭൂമിയുടെ എതിർവശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ സൈന്യം ആകെ ഭിന്നിച്ചു പോയതോടെ ജീവക രാജാവിൻ്റെ നില പരുങ്ങലിലായി. ഒറ്റക്കെട്ടായി മുന്നേറേണ്ടിയിരുന്ന സ്ഥലത്ത് പലതായി പോയ സൈന്യം ഛിന്ന ഭിന്നമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകാൻ തുടങ്ങി. അങ്ങനെ രാജാവ് യുദ്ധത്തിൽ തോറ്റു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ തന്നെ ഒരു ശരം വന്ന് തറച്ചു കയറുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആന അദ്ദേഹത്തിനോട് വളരെയധികം കൂറുള്ളതായിരുന്നു. ആ ആന രാജാവ് വീഴാതെ അദ്ദേഹത്തിനെയും കൊണ്ട് കോട്ടവാതിൽ കടന്ന് രാജ്യത്തിനുള്ളിലേക്ക് തന്നെ പോയി. തൊട്ടു പിന്നാലെ കുടിലനും പോയി. രാജാവിനെ ആന എവിടെയെങ്കിലും ഇറക്കുകയാണെങ്കിൽ അവിടെ വെച്ച് കൊല്ലാം എന്നൊക്കെയാണ് കുടിലൻ ചിന്തിച്ചിരുന്നെങ്കിലും ആന രാജാവിനെ നേരെ ഗുരുവിൻ്റെ ആശ്രമത്തിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നിട്ട് തൻ്റെ തുമ്പിക്കൈ കൊണ്ട് ആന രാജാവിനെ താഴെ എടുത്ത് നിലത്ത് കിടത്തി. ഗുരു അദ്ദേഹത്തെ എടുത്ത് തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയും ചികിത്സിക്കുകയും ചെയ്തു. താൻ യുദ്ധത്തിൽ തോറ്റുവെന്നും തൻ്റെ രാജ്യം നാമാവശേഷമായി പോയെന്നും കരുതിയ രാജാവ് അവിടെ കിടന്ന് വിലപിച്ചു. തനിക്കിനി മരിച്ചാൽ മതി എന്നായി രാജാവിൻ്റെ ചിന്ത. ഗുരു അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. മനോന്മണിയെപ്പറ്റി ഓർക്കണമെന്നും വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കരുതെന്നും രാജാവിനെ അദ്ദേഹം ഉപദേശിച്ചു. യുദ്ധത്തിൽ തോറ്റു എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട എന്നും താൻ രാജാവിനെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കാണാൻ തയ്യാറാകാതിരുന്നത് എന്തെങ്കിലും അപകടമുണ്ടാകും എന്ന് ഭയന്നിട്ടാണ് എന്നും അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുകയാണെങ്കിൽ തിരുനെൽവേലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് താൻ ഒരു തുരങ്കം നിർമ്മിച്ചിട്ടുണ്ടെന്നും ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു. ഗുരുവിൻ്റെ ആശ്രമത്തിനുള്ളിൽ നിന്ന് രാജ്യത്തിന് പുറത്തേക്ക് വളരെ നീണ്ട ഒരു തുരങ്കം ഗുരു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആ തുരങ്കം വഴി രാജാവ് മകളെയും കൊണ്ട് രാജ്യത്തിന് പുറത്തേക്ക് രക്ഷപ്പെടണമെന്നും മധുരയിൽ ചെന്ന് ഒരു സൈന്യവുമായിട്ട് വന്ന് വീണ്ടും ചേര രാജാവിനോട് യുദ്ധം ചെയ്യണമെന്നും ഗുരു അദ്ദേഹത്തെ ഉപദേശിച്ചു. അങ്ങനെ ആ തുരങ്കം വഴി തൻ്റെ മകളെയും കൂട്ടി ജീവക രാജാവ് പുറത്തേക്ക് പോകാൻ ഒരുങ്ങി. അദ്ദേഹത്തോടൊപ്പം കുടിലനും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു യാത്ര പുറപ്പെടും മുമ്പ് രാജാവിനോട് കുടിലൻ തൻ്റെ മകനായ ബലദേവനെ കൊണ്ട് മനോന്മണിയെ വിവാഹം കഴിപ്പിക്കണമെന്നും അതുവഴി അവളെ സുരക്ഷിതയാക്കാമെന്നും ഉപദേശിച്ചു. മറ്റൊരു മാർഗവുമില്ലാത്തതുകൊണ്ടും താൻ തോറ്റു എന്ന പരാജയ ഭീതിയാലും രാജാവ് ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തു. ഈ സമയത്ത് കുടിലൻ മറ്റൊന്ന് ചെയ്തു. കുടിലൻ രാജാവിനോട് പറഞ്ഞു, ഈ തുരങ്കത്തിലൂടെ നമുക്ക് മധുരയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ സുരക്ഷിതത്വം ഞാനൊന്ന് പരിശോധിക്കാം. ഞാൻ ആദ്യം ഈ തുരങ്കം വഴി രാജ്യത്തിന് പുറത്ത് കടക്കാം. എന്നിട്ട് അവിടെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി കാവൽ നിൽക്കാം. അതിനുശേഷം അങ്ങ് മകളും ഭർത്താവുമായിട്ട് ഈ വഴി വന്നാൽ മതി. അങ്ങനെ രാജാവിനെയും മകളെയും ബലദേവനെയും ഗുരുവിനെയും ആ തുരങ്കത്തിനുള്ളിൽ നിർത്തിയിട്ട് കുടിലൻ വളരെ വേഗം മുന്നോട്ട് നടന്ന് തുരങ്കത്തിന് പുറത്ത് കടന്നു. എന്നിട്ട് പുരുഷോത്തമ രാജാവിനെ കാണാൻ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ജീവക രാജാവിൻ്റെ പാണ്ഡ്യരാജാവിൻ്റെ മന്ത്രിയാണ്. അദ്ദേഹം ഒരു കഴിവ് കെട്ടവനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു വന്നതാണ് ഞാൻ അങ്ങയ്ക്കൊപ്പം നിൽക്കാം. എന്നിട്ട് രാജാവിനെ കൊല്ലാൻ ഞാൻ അങ്ങയെ സഹായിക്കുകയും ചെയ്യാം. അങ്ങനെ പുരുഷോത്തമ രാജാവിനോട് ജീവക രാജാവിനെ കൊല്ലാൻ സഹായിക്കാം എന്ന് വാക്ക് കൊടുത്ത കുടിലൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഈ തുരങ്കത്തിനടുത്തേക്ക് ചെന്നു. അതേസമയം തുരങ്കത്തിനുള്ളിൽ സുരക്ഷിതമാണോ കാര്യങ്ങൾ എന്ന് നോക്കാൻ പോയ കുടിലനെ കാത്ത് ആശ്രമത്തിലിരുന്ന മകളോട്
രാജാവ് എത്രയും പെട്ടെന്ന് ബലദേവനെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. രാജഗുരുവിനും മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കാരണം പുരുഷോത്തമ രാജാവ് ഇപ്പോൾ ശത്രുപക്ഷത്താണ്. എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹം മനോന്മണിയെ വേണ്ട എന്ന് വെച്ചതെന്ന് ഗുരുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്തായാലും പുരുഷോത്തമ രാജാവ് ഇങ്ങനെ ഒരു കടുത്ത നിലപാടെടുത്തത് കാരണം ഇനി അദ്ദേഹവുമായിട്ടുള്ള വിവാഹം സാധ്യമല്ല എന്ന് കരുതിയ ഗുരു മറ്റ് മാർഗമൊന്നുമില്ലാതെ ഈ വിവാഹം നടത്തിക്കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബലദേവൻ്റെയും മനോന്മണിയുടെയും വിവാഹം ഔപചാരികമായിട്ട് ആശ്രമത്തിൽ വെച്ച് നടത്താൻ ഗുരു തീരുമാനിച്ചു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ വെച്ച് നടത്തപ്പെട്ടു. ഈ സമയത്താണ് കുടിലൻ പുരുഷോത്തമ രാജാവിനെയും വിളിച്ചുകൊണ്ട് അവിടേക്ക് എത്തിയത്. രാജാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഇതാ ജീവക രാജാവ് നിൽക്കുന്നു, വേഗം അദ്ദേഹത്തെ കൊല്ലൂ എന്ന് കുടിലൻ പുരുഷോത്തമ രാജാവിനോട് പറഞ്ഞു. കുടിലിൻ്റെ കുടിലതകൾ മനസ്സിലാക്കിയ രാജാവ് ഞെട്ടിപ്പോയി. എന്നാൽ പുരുഷോത്തമനാണെങ്കിലോ തൻ്റെ വാളൂരി അപ്പോൾ തന്നെ കുടിലിനെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. തനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇയാളൊരു ചതിയനാണ് എന്ന് മനസ്സിലായെന്നും ഇങ്ങനെയൊരു ചതിയനെ ഭൂമിക്ക് മുകളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നും പുരുഷോത്തമ രാജാവ് പറഞ്ഞു. അദ്ദേഹം അപ്പോഴാണ് മനോന്മണിയെ കണ്ടത്. മനോന്മണിയും ആ നിമിഷം തന്നെ പുരുഷോത്തമ രാജാവിനെ ശ്രദ്ധിച്ചു. അവരിരുവരും പരസ്പരം സ്വപ്നത്തിൽ വെച്ച് കണ്ടിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് പരസ്പരം മനസ്സിലായി. ബലദേവൻ്റെ ഉചിതമല്ലാത്ത സംസാരം കൊണ്ടാണ് താൻ രാജാവിനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായത് എന്ന് പുരുഷോത്തമ രാജാവ് ജീവക രാജാവിനോട് പറഞ്ഞു. അതേ തുടർന്ന് മനോന്മണിയുടെയും ചേര രാജാവായ പുരുഷോത്തമൻ്റെയും വിവാഹം ഗംഗേമമായിട്ട് കൊണ്ടാടപ്പെട്ടു. ബലദേവൻ നാട്ടിൽ ഉടൻ തന്നെ പുറത്താക്കപ്പെട്ടു. പുരുഷോത്തമനെ പോലെ നല്ല ഒരു മരുമകനെ കിട്ടിയ ജീവക രാജാവ് ഗുരുവിൻ്റെയും മരുമകൻ്റെയും ഉപദേശപ്രകാരം രാജഭരണം നടത്തി. മനോന്മണിയാണെങ്കിൽ പിന്നീടുള്ള കാലം സന്തോഷമായിട്ട് തൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിച്ചു. ഇതാണ് മനോന്മണിയുടെ കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.